ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ ട്രംപിന്റെ പദ്ധതി ആകെ പാളിയിരിക്കുകയാണ്. ഈ കടുത്ത നിബന്ധനകളുമായിട്ട് ഇറാൻ രംഗത്തെത്തുകയാണ്. അങ്ങനെ ഇസ്രയേലിന്റെ വാക്ക് കേട്ട് അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അറിഞ്ഞില്ല അത് ഇത്ര പ്രശ്നത്തിലേക്ക് പോകുമെന്നുള്ളത്. ഇപ്പോൾ കറുത്ത പുകയിൽ വലയുന്ന ട്രംപിനെയാണ് ലോകം കാണുന്നത്. മാത്രമല്ല ട്രംപിന്റെ കിളി പോയി. കാരണം ട്രംപ് പറയുന്നത് ഞങ്ങൾ യുദ്ധം നിർത്തി എന്നുള്ള സോഷ്യൽ മീഡിയയിൽ പൊള്ളായിട്ടുള്ള വാദങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ വിരുദ്ധ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ലോകം നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഇറാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഈ പറയുന്ന ആക്രമണം ഉണ്ടാകുന്നു. അവിടെ എവിടെയാണ് ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ഈ പറയുന്ന യുദ്ധം അവസാനിച്ചു എന്നുള്ളത്? എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഓരോ ദിവസം കഴിയും തോറും ട്രംപിന്റെ മാനസിക നില തന്നെ തെറ്റിക്കുന്ന രീതിയിലാണ് ഇറാന്റെ യുദ്ധം നടക്കുന്നത്. ഇനി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതി പാളിപ്പോയെന്നാണ് അവിടുത്തെ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് പോലും കാര്യങ്ങൾക്ക് മനസ്സിലായി ഇനി നിന്നാൽ ശരിയാവില്ല, അതല്ലെങ്കിൽ ഇറാന്റെ മുന്നിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്ന് ഈ ട്രംപിന് തോന്നി. പക്ഷെ ആ ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ അല്ലെങ്കിൽ ഒരു പദ്ധതികൾ ഇങ്ങനെയായിരുന്നു: എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് ഇതിൽ നിന്ന് പിന്മാറാം, തടിയൂര എന്ന് കരുതി. പക്ഷെ അത് നടന്നില്ല. നടന്നില്ല എന്നുള്ള കാര്യം അമേരിക്കയിലെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുമ്പോൾ എത്ര നാണക്കേടാണ് ട്രംപിന് ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. ഇനി തുടക്കം മുതലേ അമേരിക്കയുടെ ഭൂരിപക്ഷം ജനങ്ങളും പറഞ്ഞിരുന്നത് എന്തിനാണ് ഇറാനോട് ആക്രമണം നടത്തുന്നത് എന്നതായിരുന്നു. എന്നാൽ വലിയ നേട്ടങ്ങൾ കൊയ്യാമെന്ന് കരുതി ഇറങ്ങിയ ട്രംപിനെതിരെ വലിയ ജനരോഷമാണ് രാജ്യത്തുള്ളത് എന്നതുകൂടി നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നവംബറിൽ അവിടെ ഒരു ഇലക്ഷൻ വരികയാണ്. അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ആകുമെന്നതിൽ സംശയമില്ല. ഇതെല്ലാം നടക്കുമ്പോൾ ട്രംപിനെ അനുകൂലിക്കുന്നവർ കുറയുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേലിന്റെ വാക്ക് കേട്ട് അവരുടെ താല്പര്യത്തിന് വഴങ്ങി ട്രംപ് ഇസ്രയേലിന് ആക്രമണം നടത്താൻ അനുമതി കൊടുത്തു എന്ന വിവരം അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നു. ഈ നവംബറിൽ അവിടെ US കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ ഒരു ഇലക്ഷനിൽ ഡെമോക്രാറ്റിക് ജയിച്ചു കയറാനുള്ള സാധ്യതയും ഈ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രംപിന്റെ കസേര തെറിക്കും എന്നതിൽ സംശയമില്ല. ഇതാണ് ഇപ്പോൾ അമേരിക്കയുടെ അവസ്ഥ എന്ന് പറയുന്നത്. യുദ്ധത്തിൽ പിന്മാറാൻ നോക്കിയ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. എവിടെയാണ് തിരിച്ചടി ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ആ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്നും അന്നൊരു റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. അവിടുത്തെ സാമൂഹിക മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തയിൽ പറയുന്നത് ട്രംപിന്റെ പണി പാളി, അല്ലെങ്കിൽ ട്രംപിന്റെ പദ്ധതി യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ പദ്ധതി പാളി എന്ന് അവർ തന്നെ പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള കാര്യം വളരെ നിർണായകമാണ്. കാരണം ഈ പറയുന്നത് പോലെ നവംബറിൽ അവിടെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അത് ഡെമോക്രാറ്റിക്ക് ഏറ്റവും അനുകൂലമായി മാറും എന്നതിൽ സംശയമില്ല. അതുപോലെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രംപ് വല്ലാത്ത ആശങ്കയിലാണുള്ളത്. പ്രത്യേകിച്ച് എണ്ണവിലയും കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ. എന്നാൽ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. കാരണം ട്രംപ് അവിടെ പറഞ്ഞൊരു കാര്യം എന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് 140 മില്യൺ ബാരൽ ഇറാന്റെ എണ്ണയ്ക്ക് ഉപരോധം പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. അതായത് യുദ്ധം അവസാനിപ്പിക്കാൻ ആദ്യമേ നോക്കിയ ഈ പറയുന്ന അമേരിക്കയ്ക്ക് ട്രംപിന് പണി പാളി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അമേരിക്ക തന്നെ ഈ ഇറാന്റെ കാൽ പിടിക്കുന്ന രീതിയിലേക്ക് പോയി. ഇതിൽ പരം നാണക്കേട് ഇനി അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ട്രംപിനോ വരാനില്ല. ഇറാന്റെ കാൽ പിടിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഈ ഉപരോധം പിൻവലിക്കണമെന്ന് ട്രംപ് പറയുമ്പോൾ എത്രത്തോളമാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. കാരണം ഈ പറയുന്ന ഈ പശ്ചിമേഷ്യയിൽ എണ്ണയുടെ പ്രശ്നം മാത്രമല്ല, അവിടെ ഉടനീളം ആകെ സാഹചര്യം മൊത്തത്തിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് അവിടുത്തെ സമ്പദ് വ്യവസ്ഥ വളരെ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നമാണ് ഇന്ന് അമേരിക്ക നേരിടുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക അടിത്തട്ട് ഏകദേശം ഇളകി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഓരോ ദിവസവും കൂട്ടേണ്ട ഓരോ മണിക്കൂറും അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത് കോടിക്കണക്കിന് പൈസകളാണ്. അപ്പൊ ഇത്തരം നീക്കങ്ങളിലേക്ക് അമേരിക്ക പോകുമ്പോൾ വളരെ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കിയാണ് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാം എന്നുള്ള മട്ടിൽ അമേരിക്ക നിന്നത്. പക്ഷേ ആ ഒരു കാര്യത്തിലേക്ക് ഇറാൻ അടുക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും പൊട്ടിത്തെറിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഇനി ലോകം നോക്കുന്നത്. ലോകത്തിന്റെ എണ്ണധാരകൾ ഒഴുകുന്ന ജീവശായിട്ടുള്ള ഈ ഒരു ഹോർമുസ് കടലെടുക്ക് വീണ്ടും ഒരു സംഘർഷത്തിന്റെ കേന്ദ്രമായിട്ട് മാറുമ്പോൾ ഈ പറയുന്ന അമേരിക്കയ്ക്ക് വെക്കുന്ന പ്രഹരം എന്ന് പറയുന്നത് ചെറുതല്ല. ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ ആശങ്കയുടെ വക്കിലാണ്
പറയാനുള്ളത്, ദിവസേന കോടിക്കണക്കിന് ബാരൽ എണ്ണ കടന്നു പോകുന്ന ഈ ഒരു ഇടുങ്ങിയ കടൽപാത ഒറ്റ നിമിഷം തടസ്സപ്പെട്ടാൽ ലോകമൊട്ടാകെ ഇന്ധന വിലയിൽ കുതിച്ചുയരും എന്നതിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ തന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നടന്നിരിക്കുകയാണ്. അത് ചെറിയ തോതിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഭയം ഇപ്പോൾ ട്രംപിനും ഈ പറയുന്ന നെതന്യാഹുവിനും ഉണ്ട്. അത് ഉയരുകയാണെങ്കിൽ അവിടുത്തെ ജനജീവിതം ദുസ്സഹമാകും എന്നതിൽ സംശയമില്ല. എന്തായാലും വിപണികൾ തളരും, രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തി സമത്വം പോലും മാറി മറിയും. ഈ ഒരു അതീവ നിർണായക ഘട്ടത്തിലാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്കുതർക്കം ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു സാധാരണ രാഷ്ട്രീയ തർക്കമല്ലാതെ ഏത് നിമിഷവും യാഥാർത്ഥ്യമായിട്ടൊരു സംഘർഷമായിട്ട് മാറാവുന്ന അപകടകരമായിട്ടുള്ള നിലയിലേക്ക് ഉയർന്നിരിക്കുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ ഒരു പ്രതിസന്ധിയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന അനിശ്ചിതത്വത്തിന്റെ ഇരുട്ടിലേക്ക് കടക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാനോട് 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ട് തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്ത്യശാസനം നൽകിയത് സ്ഥിതിഗതികൾ കൂടുതൽ ചൂടേറാൻ കാരണമായിട്ടുണ്ട്. ഇത് പാലിക്കാത്ത പക്ഷം ഇറാന്റെ വൈദ്യുത നിലയങ്ങളും ഊർജ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമാക്കി സൈനിക നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും ഈ പറയുന്ന ട്രംപ് നൽകിയിട്ടുണ്ട്. പക്ഷെ ട്രംപ് ഇത് നൽകുമ്പോഴും അതിൽ ഇരട്ടി 10 ഇരട്ടി പ്രഹരം തിരിച്ചേൽക്കേണ്ടി വരും എന്നതാണ് മറ്റൊരു കാര്യം. കാരണം ഇന്ന് ലോകം സ്തംഭിച്ചു നിൽക്കുന്നത് ഒരൊറ്റ പ്രഹരം കൊണ്ടാണ്. ഇറാന്റെ ഈ ഒരു പ്രഹരം കൊണ്ട്, അതായത് ഹോർമുസ് കടലിടുക്ക് അവിടെ കപ്പലുകൾ കടത്തിവിടാത്തത് കൊണ്ട് ലോകം ഇന്ന് വലിയ ഒരു പ്രതിസന്ധി നേരിടാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ കേട്ടപ്പോൾ തന്നെ ട്രംപിന് മനസ്സിലായി ഇവർക്ക് ഇവർക്ക് കൊടുക്കുന്നതിന് ഒരു 10 ഇരട്ടി തിരിച്ചു വരുമെന്ന്. എന്തായാലും ഇപ്പോൾ ഒരു വെല്ലുവിളി ഈ പറയുന്ന ട്രംപ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള തിരിച്ചടി ഏത് നിമിഷവും ഈ പറയുന്ന അമേരിക്കയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ബ്രിട്ടന്റെ കാര്യത്തിൽ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു വാർത്തയായിരുന്നു ബ്രിട്ടൻ ഒരു സുരക്ഷാ താവളം അല്ലെങ്കിൽ ഒരു സുരക്ഷാ സ്ഥലം ഒരുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു സ്ഥലത്തേക്ക്, ബ്രിട്ടന്റെ വ്യോമതാവളത്തിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയതാണ് പിന്നെ നമ്മൾ കണ്ടത്. അതായത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കും. അപ്പം ഈ പറയുന്ന ട്രംപ് ഇപ്പം ഒരു 48 മണിക്കൂർ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു സമയം കൊടുത്തിരിക്കുകയാണ്. ആ സമയത്തിനുള്ളിൽ ആ ഹോർമുസ് കടലെടുക്ക് തുറക്കണമെന്ന് പറയുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നശിപ്പിക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയതിന് മണിക്കൂറുകൾ എന്തായാലും കാത്തിരിക്കേണ്ടി വരും. ഇറാന്റെ ഒരു നടപടി എന്ന് പറയുന്നത് എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയൊരു ആക്രമണം ഏത് നിമിഷം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇനി ഇറാനും തങ്ങളുടെ നിലപാട് കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. രാജ്യത്തിന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഊർജ്ജ വിവര സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് ഉപ്പുവെള്ള നിർവീര്യമാക്കൽ ആ പ്ലാന്റുകൾക്കെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതൊരു പരമ്പരാഗത യുദ്ധത്തിന്റെ പരിധി കടന്ന അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമാക്കുന്ന ഒരു വ്യാപക സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. കാരണം അത് പശ്ചിമേഷ്യൻ ലോകം മൊത്തത്തെയും സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഒരു നീക്കം നടന്നിരിക്കുന്നത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളുടെ സാഹചര്യത്തിൽ ഡീസലൈനേഷൻ പ്ലാന്റുകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ രാജ്യങ്ങൾ കുടിവെള്ളത്തിനായിട്ട് പ്രധാനമായും കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന ഈ ഒരു സംവിധാനങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്ലാന്റുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണം സാധാരണ സൈനിക നഷ്ടം മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രതിസന്ധിയിലേക്ക് നയിക്കാം. എന്തായാലും സൗദി അറേബ്യ പോലുള്ള ജുബൈൽ പോലുള്ള വലിയ പ്ലാന്റുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം ലക്ഷക്കണക്കിന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ഈ ഹോർമുസ് കടലിടുക്കിന്റെ ഭൗമശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യം ഈ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ലോകത്തിലെ എണ്ണ വിലയുടെ വലിയൊരു വിഹിതം ഈ ഒരു ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ അവിടെ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷവും ആഗോള എണ്ണവില ഉയരാൻ സാധ്യത ഉണ്ട്. മാത്രമല്ല വിതരണ ശൃംഖലകൾ തകരാൻ, രാജ്യത്തുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ തകരാനും ഇത് കാരണമാകുന്നുണ്ട്. ഇതിനോടകം തന്നെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ആഗോള വിപണികൾക്ക് ഇത് വലിയ ആഘാതം ഉണ്ടാക്കും. ഈ ഒരു സാഹചര്യത്തിൽ നാറ്റോ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സഖ്യകക്ഷികളും മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നുണ്ട്. എന്നാൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് തന്നെ ചിലപ്പോൾ സംഘർഷം കുറയ്ക്കുന്നതിനേക്കാൾ വർദ്ധിപ്പിക്കുമെന്ന സാഹചര്യവും സൃഷ്ടിക്കുകയാണ്. എന്തായാലും പ്രത്യേകിച്ച് ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ഇത് തങ്ങളുടെ സാർവഭൗമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയായിട്ട് കാണുമ്പോൾ പ്രതികരണം കൂടുതൽ കടുപ്പമാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു ഏറ്റുമുട്ടൽ ഒരു പ്രാദേശിക പ്രശ്നമായിട്ട് മാത്രം തുടരാനിടയില്ല. ഇസ്രയേൽ, സൗദി അറേബ്യ, UAE പോലുള്ള രാജ്യങ്ങൾ ഇതിൽ നേരിട്ടോ പരോക്ഷമായിട്ടുള്ള പങ്കാളികളാകുമ്പോൾ ഇതൊരു വ്യാപക മേഖലാ യുദ്ധത്തിലേക്ക് വളരാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ
ഒറ്റ കാലിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ നിലപാടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നത് ഒരു ചിന്തയിലെ തൽക്കാലം ഇറാനില്ല എന്നതാണ് മറ്റൊരു കാര്യം. പക്ഷേ ഇത്തരം രീതിയിലുള്ള ആക്രമണങ്ങൾ തുടരുന്നത് വലിയ പ്രശ്നമാണെന്ന് ഈ ലോകരാജ്യങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് വളരെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം നിർത്തണം എന്നുള്ള നിലപാടിലേക്ക്, ഒരു പ്രശ്നത്തിന്റെ ഒരു സമവായത്തിലേക്കൊക്കെ നീങ്ങാനുള്ള ചർച്ചകളൊക്കെ മറ്റുള്ളവർ ഊന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം ഇറാൻ അത്രയേറെ പകരം വീട്ടാനുണ്ട്. ഇറാൻ ആ പകരം വീട്ടിയതിനു ശേഷം അവരായിട്ട് തന്നെ യുദ്ധം നിർത്തും എന്നുള്ളൊരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇരു വിഭാഗങ്ങളും കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുന്നതാണ് കാണുന്നത്. 48 മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിക്കും എന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമയപരിധി മുന്നറിയിപ്പായും മാത്രമാകുമോ അല്ലെങ്കിൽ ഒരു വലിയ സംഘർഷത്തിന്റെ തുടക്കമാകുമോ എന്നത് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും.